ഇവിടെ വന്നപ്പോൾ പോലും ഏറ്റവും ആദ്യം പോയത് പള്ളുരുത്തിയിലെ ഒരു കോളനിയുടെ അകത്തേക്കാണ്. ആ കോളനിയിൽ പോയപ്പോൾ അവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞു അവര് 4-5 വട്ടം അടുപ്പിച്ച് എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെ എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്കൊരു ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അവരുടെ പുറത്ത് അടുക്കള ഞാൻ കണ്ടു. ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് ഇതുപോലെയുള്ളൊരു നാട്ടില്. നമ്മൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഇത്രയും ശക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ 10 വർഷമായിട്ട് ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു മാറ്റം നമുക്ക് പറ്റും. നമുക്ക് വികസനങ്ങൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇത്ര വലിയ ഘോരമായിട്ട് വികസനം പദ്ധതി, ഇതൊന്നും പദ്ധതിക്കൊന്നും വേണ്ട കാര്യമില്ല. വളരെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇതിലവർ തൃപ്തിയാണെങ്കിൽ, ഇതിലവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിലവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കോടികൾ? വളരെ കുറച്ച് എമൗണ്ടിൽ നമുക്ക് ഇത് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതുപോലും ഇവിടെ നടന്നിട്ടില്ല ഇത്രയും കാലത്തിന്റെ ഇടയിൽ. അപ്പം ഞങ്ങളെ വിശ്വസിച്ച്, ഞങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. ഈ നാടിന്, ഈ തൃപ്പൂണിത്തുറ മണ്ഡലം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ വിശ്വാസം കൈവരിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കുള്ളൂ. മെയ് 4-ാം തീയതി എന്റെ പേര് എല്ലായിടത്തും ഉയർന്ന് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്.